ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടൊരു ബ്ലാക്ക് ഹൽവയാണ്. അപ്പം നേരിട്ട് നമുക്ക് വീഡിയോയിലിട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരവി അതിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 പീസ് ശർക്കര എടുത്തേച്ചും ഒന്ന് പാനി കാച്ചിയതാണേ. നല്ല ബ്ലാക്ക് ശർക്കര എടുക്കുവാണെങ്കിൽ ഹൽവയ്ക്ക് നല്ല കളറ് കിട്ടും കേട്ടോ. ഇനി കുറച്ച് കൊപ്രയാണ്, കൊപ്ര അണ്ടിപ്പരിപ്പുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നെയ്യിലിട്ടൊന്ന് വറുത്തെടുത്ത് വെച്ചേക്കുവാണ്. ഇനി വേണ്ടത് ഒരു 5-6 പീസ് ഏലക്കയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതാണ്. പിന്നെ ആവശ്യത്തിന് നെയ്യ്, പിന്നെ ലേശം മൈദ. ഇതെല്ലാം എൻ്റെ കൈയളവാണ് കേട്ടോ. ഏകദേശം ഒരു കപ്പ് മൈദ ഉണ്ടാവും. ഒരു 2 ടീസ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി വേണം കേട്ടോ. പുട്ടിൻ്റെ പൊടിയല്ല, നല്ല പത്തിരി പൊടി ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. ഇനി മൈദ എടുത്തിച്ച് മൈദയിലിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് കട്ട ഉടച്ച് കൊടുക്കുവാണേ. അതിനകത്തേക്ക് അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ഞാൻ കട്ടയൊക്കെ ഉടച്ച് നല്ല രീതിയിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കട്ടയുണ്ടാവാൻ പാടില്ല. നന്നായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. കൈകൊണ്ട് ഇങ്ങനെ ഉടച്ചൊടിച്ച് കൊടുക്കുകയാണെങ്കിൽ കട്ടയൊന്നും ഉണ്ടാവത്തില്ല. അപ്പം ഞാൻ മിക്സ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ മാവിൻ്റെ കട്ടയെല്ലാം ഉടച്ച് നല്ല ലൂസാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിരുന്നു. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒന്ന് അരിച്ച് ഒഴിക്കുക അതിനകത്തോട്ട്. തേങ്ങാപ്പാലിൽ എന്തെങ്കിലും കരടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടിയാണ് ഇതുപോലെ അരിച്ച് ഒഴിക്കുന്നത്. ഇനി ശർക്കര പാനിയും കൂടി ഇതിനകത്തേക്ക് അരിച്ചൊഴിക്കാം. ശർക്കര പാനി നന്നായി ചൂടാറിയിട്ടുണ്ടാവണം. അതും ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. അടിക്കട്ടിയുള്ള ഏതിലൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഗ്യാസിൽ വെച്ച് നന്നായി ചൂടാക്കി എടുക്കണം. നന്നായി തിളച്ച് മറിയുന്ന വരെ നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഇട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാനെ കൊണ്ട്. അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി വിടരുത് കേട്ടോ. എൻ്റെ കൂടെ ചാച്ചനുണ്ട്. ഞാൻ ചാച്ചൻ്റെ അടുത്താണ് കേട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഐഷുവും ഉണ്ട്. ഐഷു ടാറ്റാ. ഐഷു ടാറ്റാ. നല്ലപോലെ ഇളക്കി കൊടുക്കണേ. കളറൊക്കെ നല്ലതായിട്ട് ചേഞ്ച് ആയിക്കോളും. ഇപ്പോൾ അത് റെഡി ആയിട്ടില്ല, അതുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഏകദേശം വറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി അടിപ്പിടിക്കത്തൊന്നുമില്ല, വിട്ട് ഇങ്ങനെ കിട്ടും. ഏകദേശം വിട്ട് വരാറായി കഴിഞ്ഞാൽ ഏലക്കയും അതുപോലെ പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ച ആ പൊടി ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ മധുരം കൂടി നന്നായിട്ട് ബാലൻസ് ആയിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടോ, കളർ ഏകദേശം റെഡിയായി വരുന്നുണ്ട്.
അപ്പം നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പത്തൊന്ന് വാങ്ങി വയ്ക്കാം. അതിന് വേണ്ടി ഞാനൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് ഇതുപോലെ കുറച്ച് നെയ്യ് പുരട്ടുവാണ് കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ നട്ട്സും അതെല്ലാം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഹൽവ ഇതിനകത്തോട്ടൊന്ന് മറിച്ചിടാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒന്ന് കൊട്ടിയിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വട്ടത്തിലെടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാം ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ മീതെ ഒന്ന് പൊത്തി കൊടുത്തു. അത് കഴിഞ്ഞ് ചൂടാറി കഴിഞ്ഞു കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ദേ കട്ട് ചെയ്തിട്ടുണ്ട് ചൂടാറി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുണ്ട്. നെയ്യുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. കൊപ്രയുടെയും ഒരു നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. വളരെ ഹെൽത്തിയാണ്. കൊച്ചു കുട്ടികൾക്കും എല്ലാവർക്കും ഇത് കഴിക്കാം. അപ്പോൾ വീട്ടിലെല്ലാവരും മറക്കാണ്ട് ഇതൊന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാനും മറക്കരുതേ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ